ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിത ഉന്നം വെച്ചിരിക്കുന്നത് ഇനി നന്ദിനിയാണല്ലോ. ഏത് സമയം നന്ദിനിയോട് വഴക്ക് വിടുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, നിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്താവാം, ഞങ്ങളുടെ അടുത്ത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്ന് കൊണ്ടുപോവാണല്ലോ. പിന്നീട് ഉദയനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാണ്. അങ്ങനെ ഇവരെല്ലാവരും വീട്ടിലിരിക്കുന്ന ആ രംഗമാണ് കേട്ടോ. ഉദയൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പത്മ പറയാ, ഏട്ടൻ വന്നപ്പോൾ എനിക്കെൻ്റെ പാതി ജീവൻ നഷ്ടപ്പെട്ട ആ ജീവൻ ഫുള്ള് തിരിച്ച് കിട്ടിയ ആ ഒരു ഫീലായിരുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ടെൻഷനായി. കാരണം ഏട്ടന് എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചല്ലോ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പറയാണ് ലാബ് റിപ്പോർട്ടിൻ്റെ ആ കാര്യത്തെക്കുറിച്ച് കേട്ടോ. അപ്പോൾ സൂര്യ പറയാണ്, ശരിയാണ്, ലാബ് റിപ്പോർട്ട് വരട്ടെ, ഇതിൽ പാര കളിച്ചവരെ ഇനിയിപ്പോൾ എന്തായാലും പുറത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഈ സമയം ഉദയം പറയണം, മതി, നിർത്തിയേക്ക്, ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചേക്ക്, എനിക്ക് വരാനുള്ളത് എന്തായാലും വഴിയിൽ തങ്ങില്ല, എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. ഇത് ദൃഷ്ടിദോഷമാണ്. കാരണം എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ നമുക്കൊരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്, കണ്ണ് തട്ടിയിരിക്കുകയാണ് പത്മ. ഞാനും നീ ഒരുമിച്ചല്ലോ. അതുമാത്രമല്ല, ഇവിടെ ഇപ്പോൾ നമ്മുടെ വിഷയം ഞാൻ വിഷം ഉള്ളിൽ ചെന്നതല്ല. എൻ്റെ വിഷയം എന്ന് പറയുന്നത് എൻ്റെ മകളുടെ കല്യാണം, അതായത് നിൻ്റെ മോളും അതുപോലെ എൻ്റെ മകനുമായിട്ടുള്ള കല്യാണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം പിടിക്കുകയാണ്. സൂര്യ ഇങ്ങനെ പതുക്കെ കയ്യിൽ ഇറുക്കി പിടിക്കുകയാണ്. വേദയും അതുപോലെ എൻ്റെ മകൻ രഞ്ജിത്തുമായുള്ള കല്യാണമാണ് ഇപ്പോൾ പത്മ നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ എനിക്ക് വിഷം ചെന്നതിനെ കുറിച്ചല്ല. വിഷം ചെന്നതിനെ കുറിച്ച് ഇനിയിപ്പോൾ എന്തായാലും സംസാരിക്കേണ്ട, അതിൻ്റെ പിറകെ പോകാനും പോകണ്ട, ലാബ് റിപ്പോർട്ട് മേടിക്കാനും പോകണ്ട, അതങ്ങനെ ഇങ്ങ് നിന്നോട്ടെ. ഈ പ്രശ്നം ഇതോടുകൂടി ഇപ്പോൾ അവസാനിപ്പിക്കുക. എന്നിട്ട് നമുക്ക് കല്യാണത്തിന് വേണ്ടിയുള്ള ആ ഒരു കാര്യങ്ങൾ ഇനി ചെയ്യാൻ നോക്കാം, അതാണ് നല്ലത്. അപ്പോൾ രഞ്ജിത്തിന് ഇങ്ങനെ വേദയെ നോക്കണം കേട്ടോ. രഞ്ജിത്തിൻ്റെ ഉള്ളിൽ ലഡുവെട്ടി തുടങ്ങുകയാണ്. രഞ്ജിത്തിൻ്റെ ഉള്ളിൽ വലിയൊരു കള്ളനാണ് കേട്ടോ. രഞ്ജിത്ത് ആരാണെന്ന് ഇനി അറിയാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഈ ഉദയൻ്റെ വരവ് അതെന്തെന്ന് പത്മ അറിയാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ സമയം രഞ്ജിത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. രഞ്ജിത്ത് ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ പത്മക്കാണെങ്കിലോ തൻ്റെ മകളെ ആ ഒരു കല്യാണം കഴിപ്പിക്കുന്ന നല്ലൊരു കൈകളിലാണ് കൊടുക്കുന്നത് എന്നുള്ള വിശ്വാസമാണ്. പത്മ പറയാണ്, ശരിയാണ് ഏട്ടാ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം അതാണ്, ഇപ്പം അതിലോട്ട് ശ്രദ്ധിക്കാം, എന്തായാലും നമുക്ക് കല്യാണത്തിനുള്ള വേണ്ട ആ കാര്യങ്ങൾ നോക്കാം എന്ന് പറയുന്നത്. അപ്പോഴേക്കും നന്ദിനിയെയും കൂട്ടിയിട്ട് സൂര്യ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് ഗംഗയുടെ ഏട്ടൻ പറയാണ്, ഇപ്പം എന്തായി, നീ എന്ത് ചെയ്താലും അത് തിരിച്ചടി തന്നെയാണ്. നീ വിചാരിക്കുന്നത് പോലെയൊന്നും ഇനിയിപ്പോൾ ഈ പത്മയുടെ വീട്ടിലൊരു മരണം നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം അത് കേൾക്കുന്ന ഗംഗ പറയാണ്, ഇതിനും നല്ല ഉഗ്രം വിഷം വെക്കണമായിരുന്നു, ഞാനത് ചെയ്തില്ല, അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ തിരിച്ചടി കിട്ടിയത് എന്നിങ്ങനെ ഗംഗ പറയാണ് കേട്ടോ. അപ്പോൾ ഗംഗ ഈ വാക്കുകൾ പറയുമ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട്, തൻ്റെ ഏട്ടൻ പറയണം, മതി, നിർത്തിയേക്ക്, ഒരുപാടായി നിൻ്റെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേൾക്കുന്നു, ഇത് എന്തായാലും ചീറ്റിപ്പോയി എന്ന് കരുതിയിട്ട് എനിക്ക് തോറ്റു നിൽക്കാൻ പറ്റില്ലല്ലോ ഏട്ടാ. എൻ്റെ ഭർത്താവിനെ ഇറക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ലേ, അപ്പോൾ അത് ഇറക്കണ്ടേ, അത് ഞാൻ ചെയ്തല്ലേ പറ്റത്തുള്ളൂ എന്ന് പറയാൻ കേട്ടോ. ഈ സമയം എന്തായാലും നീ നോക്ക്, പരിശ്രമിക്കുക, എനിക്ക് തോന്നുന്നില്ല പത്മയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത് കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഗംഗ ഇനി കുടുങ്ങും, അതാണിപ്പോൾ വേണ്ടത്. ആ ലാബ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയാണാവോ ഉണ്ടാവുക എന്നുള്ള ആ സംസാര വിഷയമാവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ കല്യാണത്തിൻ്റെ ആ ഒരു തിരക്ക് കൂട്ടാണ് ഉദയൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. പത്മയുടെ മകളെ തൻ്റെ മകൻ കല്യാണം കഴിച്ചാൽ താൻ വിചാരിച്ചതൊക്കെ നടക്കുമെന്ന് ഉദയനെ അറിയാം. അത് പത്മയ്ക്ക് അറിയില്ല കേട്ടോ. ഉദയൻ ഭയങ്കര ഫ്രോഡാണ്, ഉദയൻ്റെ മക്കളും അതെ. അത് ഇനി അവരിലൂടെയാണ് പത്മ ഇനി തിരിച്ചടി കിട്ടാൻ പോകുന്നത് കേട്ടോ. ഇതേ സമയം സൂര്യക്കാണെങ്കിൽ വല്ലാത്ത വിഷമം വരികയാണ്. ഒരു തെറ്റും ചെയ്യാത്ത നന്ദിനിയുടെ നേരെ ഹരിത ഇങ്ങനെ എടുക്കുമ്പോൾ അതിപ്പോൾ തനിക്ക് വല്ലാത്തൊരു പ്രശ്നമാണ്. എന്നാൽ നന്ദിനിയാണെങ്കിലും ഇവർക്കൊന്നും തിരിച്ചടി കൊടുക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു പെണ്ണായിരുന്നെങ്കിൽ അവളെ എവിടെയും ഇട്ടേച്ച് പോവായിരുന്നു. ഇപ്പോൾ രണ്ടാളുണ്ട്. ആ ഭയപ്പാടിൽ സൂര്യ ഇങ്ങനെ ടെറസിന് മുകളിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് രഞ്ജിത്ത് വരികയാണ് കേട്ടോ. ഇപ്പോൾ രഞ്ജിത്ത് സൂര്യ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്തോ എന്നിങ്ങനെ പറയുകയാണ്. കാരണം ആദ്യമായിട്ട് തൻ്റെ ഭാര്യയ്ക്ക് ഒപ്പം നിന്ന് സംസാരിച്ചവനാണ് ഈ രഞ്ജിത്ത്. അപ്പോൾ അവർ നന്ദി ഉണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ രഞ്ജിത്തിനോട് എന്തോന്ന് ചോദിക്കുമ്പോൾ, എന്താ സൂര്യ ഇവിടെ ഇങ്ങനെ നിന്ന് സിഗരറ്റ് വലിക്കുന്ന, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കേണ്ട, നല്ല ടെൻഷനിലായിരിക്കില്ലേ, ഇവിടെ എല്ലാവരും നന്ദിനിയായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് കാണുമ്പോൾ സൂര്യക്ക് നല്ല ടെൻഷനുണ്ട് ഇല്ലേ. അപ്പോൾ സൂര്യ പറയണ, എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനാണ്, അവളൊരു പാവമാണ് എന്നൊക്കെ പറയുമ്പോൾ രഞ്ജിത്ത് പറയാം, ടെൻഷൻ മാറ്റാൻ ഒരു വഴിയുണ്ട്, ആ വഴി ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുകയാണ്.
ആ പറഞ്ഞോളൂ എന്ന് പറയണേ, എന്നാൽ ഇവിടെ നിൽക്കൊരു മിനിറ്റ് എന്ന് പറയണേ. പിന്നീട് സൂര്യ ഇവന് എന്താണ് ആ വഴി എന്നുള്ളത് നോക്കാൻ വേണ്ടി സൂര്യ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഈ സൂര്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന രഞ്ജിത്ത് എത്തുകയാണ്. അപ്പോൾ രഞ്ജിത്തിൻ്റെ കയ്യിൽ നല്ല ബോട്ടിലുണ്ട് കേട്ടോ, മദ്യം. അപ്പോൾ രഞ്ജിത്ത് പറയണത് US-ൽ നിന്നും ഞാൻ കൊണ്ടുവന്ന മദ്യമാണ് ഇത്, അപാര സുഖമാണ്, മനസ്സിൻ്റെ ടെൻഷനെല്ലാം പോവും എന്ന് പറയാണ്. അപ്പോൾ ഈ സമയം സൂര്യയാണെങ്കിലോ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, അയ്യോ എൻ്റെ അമ്മ ഒരു ഫ്രോഡിനെയാണ് കല്യാണം കഴിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള സത്യം എനിക്ക് നന്നായി അറിയാം. ഈ ആങ്ങള എന്ന് പറയുന്നവനും അതുപോലെ മക്കളും ഒക്കെ ഒരു ഫ്രോഡുകളാണെന്ന് സൂര്യക്ക് ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സൂര്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് നല്ലൊരു ഐഡിയ തന്നെയാണ്. ഇവൻ്റെ ഈ മുഖംമൂടിയിട്ട് നടപ്പുണ്ടല്ലോ, അതുകൊണ്ട് വലിച്ചു കീറാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. ഈ അവസരം എന്തായാലും ഞാൻ ഇല്ലാതാക്കരുത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കണമെന്ന് സൂര്യ ചിന്തിക്കുകയാണ്. അങ്ങനെ സൂര്യ ചോദിക്കുകയാണ്, അല്ല ഈ മദ്യം എന്താ കൊണ്ടുവന്ന് വെച്ചത്? അല്ല, മദ്യം പല ടെൻഷനുകളും മാറ്റും. അപ്പോൾ രഞ്ജിത്ത് നീ കുടിക്കുമോ? ഓ വല്ലപ്പോഴൊക്കെ ഇതുപോലെ ടെൻഷൻ വരുമ്പോൾ ഞാൻ കുടിക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ മമ്മിയുടെ മുന്നിൽ സിഗരറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തനിക്കില്ലെന്നല്ലേ താൻ പറഞ്ഞത്? അതൊക്കെ ഒരു മനുഷ്യന് ഒരു ടെൻഷൻ വരുന്ന സമയത്തും ഒക്കെ ആഘോഷങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഒരു സ്വാഭാവികമല്ലേ, ഇതെല്ലാവരും കുടിക്കുമല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഡെയിലി ഇങ്ങനെ ഫിറ്റായി നടക്കുന്ന ആ ഒരു ഇതൊന്നും ഇല്ല എന്ന് പറയണത്. സൂര്യ പറയണ, അത് നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ നന്നായി ഡെയിലി ഇങ്ങനെ കുടിച്ചിരുന്ന ഒരു ആളാണ്. 24 മണിക്കൂർ എനിക്ക് കുടിയായിരുന്നു. ഞാൻ മദ്യത്തിൽ നിന്ന് എണീറ്റിട്ടില്ല. ഈ വിദേശ മദ്യം എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ മദ്യം. ഇതൊക്കെ ഞാൻ കഴിച്ചതാണ്, കുടിച്ചതാണ്. എനിക്ക് ഇതൊന്നൊരു വിഷയമല്ലേ എന്ന് പറയാണ്. അപ്പോൾ സൂര്യയോട് പറയാണ്, എനിക്കെന്തായാലും ഒപ്പം കൂടാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയാണ്, ഞാൻ കുടിക്കാൻ കൂടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ആ വാക്ക് എനിക്ക് തെറ്റിക്കാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇവിടെ രഞ്ജിത്ത് പറയാണ്, നമുക്ക് ആരെയും ഇവരെ അറിയിക്കണ്ട, നമ്മൾ രണ്ടുപേരും ഒന്നോ രണ്ടോ കുടിച്ചിട്ട് അങ്ങ് മാറ്റാം, ഇതിന് തൊട്ട് കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം, ഇന്നത്തെ ഒരു ദിവസം നന്ദിനി അത് പ്രശ്നമാക്കില്ല എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ സമയം ആയിക്കോട്ടെ, തൊട്ടുകൂട്ടാനുള്ളത് വേണ്ടേ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് നന്ദിനിക്ക് വിളിക്കാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ മനസ്സിൽ തോന്നുകയാണ്, നന്ദിനി എന്തായാലും അറിയണ്ട, രാജുവിനെ വിളിക്കാമെന്ന്. അങ്ങനെ രാജുവിൻ്റെ ഫോണിലോട്ട് വിളിക്കുകയാണ്. രാജു ആണെങ്കിൽ ഫോൺ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ സാർ എന്ന് പറയാണ്. അപ്പോൾ നന്ദിനിക്ക് അവിടെ ഒരു സംശയം തോന്നുകയാണ്. അതെ, നന്ദിനി ഉണ്ടോ അടുത്തെന്ന് ചോദിക്കുകയാണ്. ആ ഉണ്ടല്ലോ എന്ന് പറയണം. നന്ദിനി കൊച്ചു ഇവിടെ ഉണ്ടല്ലോ. അപ്പോഴേക്കും നന്ദിനി ഇങ്ങനെ രാജുവിനെ പിടിച്ചു വലിക്കുകയാണ്. ഇനി സ്പീക്കറിൽ ഇടുക എന്ന് പറയണേ. അങ്ങനെ സ്പീക്കറിൽ ഇടുകയാണ് കേട്ടോ. അങ്ങനെ പറയാണ്, അതെ ഞാൻ ടെറസിന് മുകളിലുണ്ട്, ഞാനും രഞ്ജിത്തും കൂടി ചെറുതായിട്ടൊന്ന് അടിക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്, അതെന്തായാലും നന്ദിനി അറിയണ്ട. അപ്പോൾ രാജു ഇവിടെ നിന്ന് പരിങ്ങുകയാണ് കേട്ടോ. നീ എന്തായാലും അതിൽ തൊട്ടുകൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് കൊണ്ടുവന്നേക്കെന്ന് പറയണേ. ശരിയെന്ന് പറയണം. അപ്പോൾ നന്ദിനിക്ക് ദേഷ്യം പിടിക്കണം. ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് അല്ലേ, ഇത് ഇന്നത്തോടു കൂടി തീർപ്പാക്കണം, എന്നോട് സത്യം ചെയ്ത് ഇനി മദ്യപിക്കുക എന്നുള്ള ലെവലിൽ. അങ്ങനെ ഈ സമയം ഓംപ്ലേറ്റ് പെട്ടെന്ന് നന്ദിനി തന്നെ കോഴിമുട്ട പൊരിച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്ദിനി ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി ഇങ്ങനെ അത് ചെയ്തു വരുമ്പോൾ രഞ്ജിത്ത് ചോദിക്കുകയാണ്, ഇത്രയും നേരമായിട്ടും നമുക്ക് ഇതിനൊപ്പം കഴിക്കാനുള്ള ഒന്നും വന്നില്ല, എത്ര ടൈമായി, ഇതിങ്ങനെ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്, കഴിക്കാനുള്ള തൊട്ടുകൂട്ടാൻ എന്തെങ്കിലും വരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കാണാം നന്ദിനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നു കേട്ടോ. അപ്പോൾ എന്നാ സാർ എന്ന് പറയണം. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ രാജേട്ടാ എന്ന് പറയുമ്പോൾ നന്ദിനിയാണ്. അപ്പോൾ ഉടൻ തന്നെ നന്ദിനിയെ കാണുന്ന സൂര്യ ഒന്ന് പരിങ്ങാണ്. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, സൂര്യ സാർ എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ? സൂര്യ സാർ എന്നോടൊന്നും മറ്റുള്ളവരോട് വേറെ ഞാൻ കാണാതെ സൂര്യ സാറ് കുടിക്കാനുള്ള പരിപാടിയാണില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണേ, അങ്ങനെയൊന്നുമില്ല നന്ദിനി, നിനക്ക് തന്ന വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല. അപ്പോൾ ഈ സമയം ഇവന് വേണ്ടിയിട്ട് ഞാൻ ഒപ്പം ഇരിക്കുകയാണെന്ന് പറയണത്. ആ സമയം ഉടൻ തന്നെ രഞ്ജിത്ത് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് സൂര്യക്ക് കൊടുക്കണം, ഇതാ കുടിച്ചോ എന്ന് പറയണം. അപ്പോൾ സൂര്യയാണെങ്കിലും ഇവളുടെ മുന്നിൽ ഇത് വാങ്ങിയേ പറ്റുള്ളൂ, കാരണം എൻ്റെ അമ്മക്ക് മുന്നിൽ ഇവനൊന്ന് കുടിക്കണം, ഇവൻ കുടിച്ചിട്ട് എൻ്റെ അമ്മക്ക് മുന്നിൽ ഇട്ട് കൊടുത്തെങ്കിലാണ് ഈ കല്യാണം മുടങ്ങുള്ളൂ എന്ന് ആ മനോഭാവമാണ് കേട്ടോ സൂര്യക്ക്. അപ്പോൾ ആ സമയം നന്ദിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നന്ദിനി പറയാണ്, സൂര്യ സാർ എൻ്റെ വാക്ക് തെറ്റിക്കുകയല്ലേ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ആവാം നന്ദിനി എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്തിൻ്റെ കയ്യിൽ നിന്നും മദ്യം വാങ്ങുകയാണ്, ഗ്ലാസ്സിൽ ഒഴിച്ചത്.
അങ്ങനെ സൂര്യ അതിങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ രഞ്ജിത്തിനോട് ചോദിക്കുകയാണ് നീ കുടിക്കുന്നില്ലേന്ന്. അപ്പോൾ രഞ്ജിത്താണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. അത് പിന്നെ സൂര്യ നീ കുടിക്കുന്നു എന്ന് പറഞ്ഞു, അപ്പം നിനക്കൊരു കമ്പനിക്ക് വേണ്ടി ഞാൻ ഇരുന്നതാണ്, അല്ലാതെയും കണ്ട് ഞാൻ മദ്യം കൈകൊണ്ട് തൊടാത്ത ആളാണ്. അപ്പോൾ അത് കേൾക്കുന്ന സൂര്യ പറയണേ നീ എന്താ ഇപ്പം എന്നെ കളിപ്പിക്കുകയാണ്, നീ എന്താ പൊട്ടനാക്കുകയാണോ, നീയല്ലേ ഇപ്പം എന്നോട് എനിക്കൊന്ന് കൂട്ടുവരാമോ എന്ന് ചോദിച്ചത്, എന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എൻ്റെ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടമല്ല, ഞാൻ വാക്ക് കൊടുത്തതാണെന്ന്. അതുകൊണ്ട് അയ്യോ ഞാൻ അങ്ങനെയില്ല. സൂര്യ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ സൂര്യക്ക് കൂട്ടുവരാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉടൻ തന്നെ സൂര്യ ചോദിക്കുകയാണ് എന്താ നീ വാദി പ്രതിയാക്കുകയാണോ, നീ എന്നെ ഇവിടെ എല്ലാവർക്കും മുന്നിൽ കുറ്റപ്പെടുത്താനാണോ നോക്കുന്നത്? എന്നാൽ ഞാൻ മദ്യപിക്കും, അത് എല്ലാവർക്കും മുന്നിൽ മദ്യപിക്കാനുള്ള ആ ധൈര്യം എന്നിലുണ്ട്. അപ്പോൾ സൂര്യയുടെ മുന്നിൽ നന്ദിനി ദേഷ്യപ്പെടുകയാണ്. സൂര്യ സാർ മതി, നിർത്തിയേക്ക്, ഈ വഴക്ക് ഇവിടെ വെച്ച് തീർത്തേക്ക്. അപ്പോൾ രഞ്ജിത്ത് പറയാണ് ദേ നന്ദിനി ഞാൻ സൂര്യ പറഞ്ഞതുകൊണ്ടാണ് മദ്യപിക്കാൻ ഇരുന്നത്, അല്ലാതെയും കണ്ടിട്ട്. അപ്പോഴേക്കും സൂര്യക്ക് ദേഷ്യം പിടിക്കുകയാണ്. എടാ നീ മദ്യപിക്കും ചെയ്യും, എല്ലാം നിനക്കുണ്ട്, നിൻ്റെ കയ്യിൽ കുപ്പിയും കാര്യങ്ങളും ഒക്കെയുണ്ട്, എന്നിട്ട് നീ മറ്റുള്ളവർക്ക് മുന്നിൽ എന്നെ കള്ളനാക്കാൻ നോക്കൊന്നും വേണ്ട. എനിക്ക് കള്ളനാവേണ്ട ആവശ്യമില്ല. ഞാൻ കള്ളനാവണം എന്നുള്ള ലക്ഷ്യം എനിക്കുണ്ടെങ്കിൽ ഞാനത് അപ്പം തന്നെ അങ്ങ് ചെയ്തോളാം. അല്ലെ നിന്നെ പോലെ കട്ടും കാണാതെയും ഒക്കെ കുടിക്കുന്ന ആ ഒരു പണി എനിക്കില്ല. ആരുടെയും മുന്നിൽ എനിക്ക് കുടിക്കണമെന്ന് തോന്നിയാൽ കുടിക്കാൻ കഴിയുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം സൂര്യയെ നന്ദിനി വിളിച്ചു കൊണ്ടുപോവുകയാണ്. അവരെ വഴക്കാവുമെന്ന് കാണുമ്പോൾ സൂര്യയെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഉടൻ തന്നെ നന്ദിനി ഈ കുപ്പി പെട്ടെന്ന് മാറ്റാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരുന്നത്.